അതിഗംഭീര മാറ്റങ്ങളോടുകൂടി ബിഗ് ബോസ് ഇതാ 5 ഭാഷകളിൽ ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, ബംഗാൾ, അതുപോലെ തന്നെ മറാത്തി ബിഗ് ബോസ് ഇതാ ഒരുമിച്ച് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഈ പറയുന്ന 5 ഭാഷകളിലും ബിഗ് ബോസ് തുടങ്ങുന്നതായിരിക്കും. ബിഗ് ബോസ് സീസൺ 8 തമിഴിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിജയ് സേതുപതി പുതിയ ഹോസ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് കണ്ടു തന്നെ അറിയണം എങ്ങനെയായിരിക്കും വിജയ് സേതുപതി ആ ഒരു സീസൺ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പോകുന്നതെന്ന്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ് മലയാളം ബിഗ് ബോസ് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന്. അതായത് മലയാളം ബിഗ് ബോസ് സീസൺ 7 എപ്പോഴായിരിക്കും ഗ്രാൻഡ് ഓപ്പണിംഗ് അവർ ചെയ്യാൻ പോകുന്നത്. എല്ലാ വർഷവും വരുന്നത് പോലെ തന്നെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ അണിയറയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും വളരെ മുമ്പ് തന്നെ മലയാളം ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകര് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാറുണ്ട്. മറ്റൊന്നുമല്ല, ആർക്കൊക്കെയാണ് ഓഡിഷൻ കോൾ അയക്കേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ ഒരു സീസണിലേക്ക് കൊണ്ടുവരേണ്ടത്, അതുപോലെ തന്നെ ഹോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ എഗ്രിമെന്റും കാര്യങ്ങളെല്ലാനും തന്നെ ഒക്ടോബർ മാസം മുതൽ തുടങ്ങും എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒക്ടോബർ മാസം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം തൊട്ട് ഓഡിഷൻ കോൾ അയക്കേണ്ട വ്യക്തികൾ ആരൊക്കെയാണ് ഈ ഒരു സീസണിൽ ഉണ്ടാകേണ്ടത്, അതുപോലെ തന്നെ ഈ ഒരു സീസൺ ഏതൊരു മെത്തേഡിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അതുപോലെ തന്നെ 1 മുതൽ 6 സീസണുകൾ വരെയും ഹോസ്റ്റ് ചെയ്ത മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു സമയത്ത് ബിഗ് ബോസിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ഇനിയിപ്പോ ലാലേട്ടന്റെ കണ്ണ് മഞ്ഞളിക്കുന്ന കോടികൾ കൊടുത്ത് ചിലപ്പോൾ ലാലേട്ടനെ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയും ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ 80% എബവ് ചാൻസും ലാലേട്ടൻ ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് വരാതിരിക്കാനാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നെ നല്ല രീതിയിൽ ഈ പറയുന്ന അമ്മ എന്ന അസോസിയേഷനും ലാലേട്ടനൊക്കെ നല്ല രീതിയിൽ സ്ട്രെസ് ഫീൽ ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കൂടി എടുത്തു വെക്കാനായിട്ട് ലാലേട്ടൻ തീർച്ചയായിട്ടും താല്പര്യപ്പെടില്ല. ഇപ്പൊ ലാലേട്ടന്റെ പുതിയ പടമായിട്ടുള്ള ബാരോസും അതിന്റെ റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ലാലേട്ടൻ നേരിടുന്ന ഒരു സമയമാണിത്. അപ്പോൾ ബിഗ് ബോസ് കൂടി ഇതിന്റെ ഇടയിൽ ലാലേട്ടൻ എടുത്ത് തലയിൽ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും പുതിയൊരു ഹോസ്റ്റിലേക്ക് മാറി ചിന്തിക്കേണ്ടി വരും ബിഗ് ബോസ് മലയാളം സീസൺ 7. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 പേരെയാണ് ഇപ്പൊ ബിഗ് ബോസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മറ്റാരുമല്ല, ഒന്നാമതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പൃഥ്വിരാജിനെയാണ്. പൃഥ്വിരാജ് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ലാലേട്ടൻ ചെയ്തതുപോലെ ചെയ്തു വെക്കാനായിട്ട് ഇന്ന് മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഒരു വ്യക്തിക്കേ പറ്റുള്ളൂ, അത് പൃഥ്വിരാജാണ്. പക്ഷേ പൃഥ്വിരാജിന് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഹോസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് ബിഗ് ബോസിലേക്ക് പൃഥ്വിരാജ് റിപ്ലൈ കൊടുത്തത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് കോൺടാക്ട് ചെയ്തത് പൃഥ്വിയുടെ ചേട്ടനായിട്ടുള്ള ഇന്ദ്രജിത്തിനെയാണ്. ഇന്ദ്രജിത്തും പറഞ്ഞത് ഇത് തന്നെയാണ്, സീസൺ 7 അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നൊരു രീതിയിലാണ് ഇന്ദ്രജിത്തും ഈ കാര്യങ്ങൾക്ക് പറയുകയുണ്ടായത്. പിന്നീട് കോള് പോയിട്ടുള്ളത് നമ്മുടെ സുരേഷ് ഗോപി സാറിനാണ്. സുരേഷ് ഗോപി സാറ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കാണാറുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഹോസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിലും ഇപ്പോൾ ഒരു മന്ത്രി കൂടി ആയിട്ടിരിക്കുന്ന അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഒരു 50-50 ചാൻസ് ആണ് സുരേഷ് ഗോപി സാർ ഹോസ്റ്റ് ചെയ്യാനായിട്ട് എത്തുന്നതിന്. അതുപോലെ തന്നെ ബിഗ് ബോസ് 4-മതായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ജയറാമേട്ടൻ. ജയറാം വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ലാലേട്ടൻ ചില സമയങ്ങളിൽ സീരിയസ് ആവുന്നത് പോലെ അങ്ങനെ അങ്ങ് സീരിയസ് ആയിട്ട് ഫയർ ആയിട്ട് പൊട്ടിത്തെറിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലാലേട്ടൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇംപ്രൂവ് ആയിട്ടൊരു വ്യക്തിയാണ് ഈ ഹോസ്റ്റ് എന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത്. കാരണം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ സംബന്ധിച്ചുകൊണ്ട് ഹോസ്റ്റ് എന്ന വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹോസ്റ്റ് എന്ന വ്യക്തിയിലാണ് ആ ഒരു ഷോയിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കണ്ടസ്റ്റൻസ് ഈ ഒരു വ്യക്തിയെ അനുസരിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഹോസ്റ്റ് ഈ ഒരു കണ്ടസ്റ്റൻസിനെ വഴക്ക് പറയുന്ന സമയത്ത് അവരതിനെ എതിർത്ത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ക്രെഡിബിലിറ്റി തന്നെ അവിടെ ഇല്ലാതായി പോകും. അതുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിനെ ആയിരിക്കും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ പോയ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന പൃഥ്വിരാജ് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം രാജുവേട്ടൻ അത്യാവശ്യം ഷൗട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ചിരിച്ചും ആ ഒരു രീതിക്ക് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം ജയറാമേട്ടൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. പുള്ളിക്കാരൻ അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എത്രത്തോളം ലാലേട്ടൻ ചെയ്തതുപോലെ ഒരു ബിഗ് ബോസിനെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം എന്തൊക്കെയാണെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് ജയറാമേട്ടന്റെ ഭാഗത്തു നിന്ന് ബിഗ് ബോസിലേക്ക് കിട്ടിയിരിക്കുന്നത്. ജയറാം അല്ലെങ്കിൽ സുരേഷ് ഗോപി അല്ലെങ്കിൽ പൃഥ്വിരാജ് അല്ലെങ്കിൽ മോഹൻലാൽ, ഈ 4 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഈ ഒരു സീസൺ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒക്ടോബർ മാസം മുതലായിരിക്കും കണ്ടസ്റ്റൻസിന് ഓഡീഷൻ കോളും കാര്യങ്ങളും പോകുന്നത്. അതുപോലെ തന്നെ എത്ര കോമണേഴ്സ് പങ്കെടുക്കുന്നുണ്ട്, എത്ര കണ്ടസ്റ്റൻസ് ആണ് ആദ്യം മുതലേ കയറുന്നത്, എത്ര വൈൽഡ് കാർഡ്സ് ഉണ്ട്, ആ കാര്യങ്ങളെല്ലാനും ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തോടു കൂടി തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ജനുവരി മാസം ഒരു പകുതിയോട് അടുത്തുകൊണ്ട് ഈ പറയുന്ന ലോഗോയും കാര്യങ്ങളൊക്കെ പുറത്തു വരാനായിട്ടാണ് ഇപ്പൊ സാധ്യത കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും ഓഡീഷൻ കോൾ അടുത്ത മാസം മുതൽ തന്നെ പുറപ്പെടുന്നതായിരിക്കും.
ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി അധികം നാളുകളില്ല. എന്തൊക്കെയാണെങ്കിലും 5 ഭാഷകളിൽ ഒരുമിച്ച് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതുമാത്രമല്ല സീസൺ 8 തമിഴിൽ ഇപ്പോൾ നമ്മുടെ വിജയ് സേതുപതി പുതിയ ഹോസ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാകുമെന്ന് കണ്ടു തന്നെ അറിയണം. നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്